ഇന്നൊരു കല്ലുമ്മക്കായ മസാലയാണ് വെക്കുന്നത്. അപ്പോൾ കല്ലുമ്മക്കായൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇവിടെ അങ്ങനെ കല്ലുമ്മക്ക കിട്ടാറൊന്നുമില്ല. കണ്ടപ്പോൾ കൊതി കൊണ്ട് വാങ്ങിച്ചതാണ്. വലിയ കല്ലുമ്മക്ക അല്ല, ചെറുതാണ്. അപ്പോൾ അത് അമ്മ കഴുകിയിട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുഴുങ്ങി കഴിഞ്ഞിട്ട് ഞാനാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നെടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇത് ക്ലീൻ ചെയ്യുന്ന പണിയാണ്. ഒരുപാട് സമയം എടുക്കും. പിന്നെ കൂടുതലും കക്കയൊക്കെയാണ് ഞങ്ങൾ കഴിച്ചേക്കുന്നത്. കല്ലുമ്മക്ക അങ്ങനെ കിട്ടാനില്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ കഴിക്കാനും പറ്റിയിട്ടില്ല. പിന്നെ വല്ലപ്പോഴും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ കല്ലുമ്മക്കയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യാറാണ് പതിവ്. ഇപ്പൊ തീരെ ചെറിയ കല്ലുമ്മക്കായാണ്, അതുകൊണ്ടാണ് മസാല വെക്കാന്ന് വിചാരിച്ചത്. കുറച്ച് സമയം എടുത്താണെങ്കിലും കല്ലുമ്മക്കായ എല്ലാം ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്തെടുത്തപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ തോടാണ് കൂടുതലും. ആർക്കൊക്കെ കല്ലുമ്മക്കായ ഇഷ്ടമാണെന്നുള്ളത് കമന്റ്സിലൂടെ പറഞ്ഞേക്കണേ. ഇനി ഇതിന്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും സവാളയാണ് എടുത്തേക്കുന്നത്. ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അരിഞ്ഞു വെക്കാവേ. ആദ്യമൊക്കെ ഇഞ്ചി എടുക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് കൈ നന്നായിട്ട് പോകുകയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഉപയോഗിച്ചെന്ന് തോന്നുന്നു ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്റെ കണക്ക് അങ്ങനെ പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചേക്കാം. നമുക്കിനി അടുപ്പിലേക്ക് ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇടുന്നത്. എന്റെ മൊബൈൽ സ്റ്റാൻഡിന് കുറച്ച് പൊക്കം കുറവാണ്, അതുകൊണ്ടാണ് അകം കാണാൻ പറ്റാത്തത്. ഇനി ഇതിലേക്ക് സവാളയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. സവാള ഒന്ന് നല്ലപോലെ സോഫ്റ്റ് ആയി വരണം. സവാള ഒരുപാട് അങ്ങ് മൂത്ത് വരേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇത് സവാള ഇതുപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തുറന്നു നോക്കിയപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. തവി കൊണ്ട് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഉടച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും മുളക് പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കല്ലുമ്മക്ക ഉണ്ടല്ലോ, അതാണ് ചേർക്കേണ്ടത്. കല്ലുമ്മക്ക നല്ലപോലെ കഴുകണം. ഇതിനകത്ത് ചെറിയ ചെറിയ മണ്ണുകൾ ഉണ്ടാകും. എത്ര കഴുകിയാലും ആ മണ്ണ് പോവില്ല. അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൽ കഴുകിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. കല്ലുമ്മക്കായിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. 10 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ആരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.